ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ പിന്നെയും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. കാലാകാലങ്ങളായ നമ്മുടെ പൂർവ്വന്മാരോട് ഇന്ന് താമസിക്കുന്ന സകലരോടും ഇടപെടുന്ന ദൈവമാണല്ലോ. ഇന്ന് പകൽ ദൈവം നമ്മോട് ഇടപെടേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കുറവുകളെ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ ക്രമീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സമയാസമയങ്ങളിൽ കർത്താവിൻ്റെ ദൂത് നമുക്ക് ദൈവം കൈമാറുന്നത്. അതിന് നല്ല മനസ്സോട് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. ദൈവകൃപയുടെ മാഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ചാണല്ലോ നാം ഈ പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാസ്പദമായി നാം എടുത്തത് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ്. അതിപ്രകാരമാണ് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1, 1-ാമത്തെ വാക്യം. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. തുടർന്നുള്ള ധ്യാനത്തിനായി നാം മറ്റ് പല ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ എടുക്കുകയുണ്ടായി. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചകളായി ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ കൊരിന്ത്യർ ലേഖനത്തിൽ 2-ാം കൊരിന്ത്യർ ലേഖനത്തിലെ അതേ പുസ്തകത്തിൽ നിന്ന് തന്നെ 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. അതിപ്രകാരമാണ് 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 വേഴ്സ് 1. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താ മക്കതോന്യ സഭകൾക്ക് ദൈവകൃപ ലഭിച്ചു എന്ന് എടുത്തു പറയാൻ കാരണം? മറ്റനേകർക്ക് ദൈവകൃപ ലഭിച്ചിട്ടില്ലേ, എന്തായാലും ഇവരെ മാത്രം എന്താ എടുത്തു പറയാൻ കാരണമുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. യാതൊരു ബന്ധമില്ലാത്ത പദങ്ങൾ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. തമ്മിലൊരു ബന്ധവുമില്ല. കഷ്ടത എന്ന കഠിന ശോധനയിൽ. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആർക്കെങ്കിലും സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലായിരിക്കാൻ സാധിക്കുമോ? സാധിക്കും. ആമേൻ. എപ്പോൾ? ദൈവകൃപ ലഭിക്കുമ്പോൾ. ആമേൻ. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആമേൻ സാഹചര്യങ്ങളും അതേ അനുഭവങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട്. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. എല്ലാം നമ്മെ സന്തോഷിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാം നമ്മളെ തൃപ്തികരമാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കർത്താവിനറിയാം നമുക്ക് എന്താ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിൻ്റെ അവസാനം നോക്കുമ്പോൾ, ആത്യന്തികമായി നാം അതിനെ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും എവിടെയോ അത് നമുക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ളത് പ്രയോജനമുണ്ടാകുന്നതേ ചെയ്തിട്ടുള്ളൂ. ആമേൻ. അപ്പം ഇവിടെ നമ്മൾ വായിച്ച കാര്യം, കഷ്ടത എന്ന കഠിന ശോധനയിൽ മക്കതോന്യ സഭകളായിരുന്നു. ഈ സഭകൾക്ക് കഷ്ടത എന്ന കഠിന ശോധന എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ താഴെ എഴുതിയിട്ടുണ്ട് മഹാദാരിദ്ര്യം. എന്നാൽ ഇതിനോട് വളരെ ഒട്ടും ചേരാൻ പറ്റാത്ത, ചേരുംപടി ചേർക്കാൻ പറ്റാത്ത, ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത് പോലെ ചേരുംപടി ചേർക്കാൻ പറ്റാത്തൊരു പദപ്രയോഗമാണ് അവിടെ സന്തോഷ സമൃദ്ധി എന്ന് പറയുന്നത്. സ്തോത്രം. അതുമല്ല രസം. അപ്പോൾ ഈ പദവും മറ്റേ പദവും തമ്മിൽ ചേരാത്തത് പോലെ തന്നെ അടുത്ത പദം അതിനോടൊട്ടും ചേരാത്തത്, ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കുക പോലും വകയില്ലാത്ത കാര്യമാണ്. എന്താണ് ചെയ്തത്? ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ആമേൻ. നോക്കണേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ പൗലോസ് എടുത്ത് പ്രശംസിച്ച് പുകഴ്ത്തി പറയാനുള്ള ഒരു കാരണം ഇതാ. കഷ്ടത എന്ന കഠിന ശോധന, മഹാദാരിദ്ര്യം, അതിൻ്റെ നടുവിൽ അവരെന്ത് ചെയ്തു? സന്തോഷത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നു. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? ധാരാളം ഔദാര്യം കാണിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം സാധ്യമായത് എങ്ങനെയാണ്?
അവർക്ക് ലഭിച്ച ദൈവകൃപ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിവിടെ കോട്ട് ചെയ്തിട്ടാണ്, എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സഹോദരന്മാരെ, നമുക്ക് ലഭിച്ച ദൈവകൃപ നാം വ്യർത്ഥമാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യം വായിക്കുന്നു, വിശുദ്ധന്മാർ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പിന്നെയും ബന്ധമില്ലാത്ത പദമാ. കാര്യം എന്താ? കഷ്ടത എന്ന കഠിന ശോധന, മഹാദാരിദ്ര്യം. അവർ വന്ന് ചോദിക്കുകയാ, ഞങ്ങൾക്ക് സഹായിക്കാൻ ഒരു ചാൻസ് തരണേന്ന്. പ്ലീസ് എക്സ്റ്റെൻഡ് an opportunity for us. നമ്മൾ ചോദിക്കും, ഡു യു ഹാവ് ഇനഫ് മണി വിത്ത് യു? നോ. ആർ യു ഓക്കെ? നോ, വി ആർ ഇൻ പോവർട്ടി. We are in absolute tribulations. We are in great trouble. But still, we want to help someone. Praise the Lord. അതാണ് ഇവിടുത്തെ പ്രത്യേകത. താല്പര്യത്തോട് ഞങ്ങളോട് അപേക്ഷിച്ചു. 4-ാം വാക്യം, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു ഞാൻ സാക്ഷി. പിന്നെയും നോക്കണമേ, ഓരോ വാക്ക് മുമ്പോട്ട് പോകുന്തോറും പദങ്ങള് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചിന്താധാരയ്ക്കപ്പുറം പോകുക, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം പോകുക. കഷ്ടം എന്ന കഠിന ശോധന, മഹാദാരിദ്ര്യം, വളരെ ഔദാര്യം, താല്പര്യത്തോട് ഞങ്ങളോടൊന്ന് ചോദിച്ചു. പിന്നീട് വായിച്ചതെന്താ? പ്രാപ്തി പോലെ മാത്രമല്ല, പ്രാപ്തിക്ക് മീതെയും. പ്രാപ്തി ഉണ്ടോ അവർക്ക്? പ്രാപ്തി ഇല്ലല്ലോ. സ്വമേധയായി കൊടുത്തു. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവശത്രുത്തോട് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. ആമേൻ. ഞാൻ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാനാണ് ഒന്നുകൂടെ ഇന്ന് വായിച്ചത്. നമ്മൾ 3 കാര്യങ്ങളെ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചായിരുന്നു. ഒന്ന്, they were in much affliction. അവർ വളരെയധികം കഷ്ടത, ദുരിതത്തിലായിരുന്നു. 2, they were in deep poverty. അവർ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. 3, ഇത് 2 അനുഭവങ്ങളായിരുന്നിട്ടും അവർ ധാരാളം ഔദാര്യം കാണിച്ചു. ദ ഗേവ് ലാർജ്ലി. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 4-ാമത്തെ പോയിന്റ് ഇതാണ്. ദ ഗേവ് വോളണ്ടറിലി. അവർ സ്വമേധയായി കൊടുത്തു. സ്തോത്രം. നമ്മൾ വായിച്ച 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. പൗലോസ് പറയുക, അവർ സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. എനിക്ക് നന്നായിട്ടത് അറിയാം. നിർബന്ധത്താൽ ഒരാളോട് ദയ കാണിക്കുക. ഒരാൾ പറഞ്ഞ് ഒരുപാട് പുറകെ നടന്ന് പറഞ്ഞിട്ട് ഒരാളോട് ദയ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് മീനിങ്ലെസ്. ഇറ്റ് ഹാസ് വെരി ലിറ്റിൽ വർത്ത്. സോ യൂഷ്വലി പീപ്പിൾ ഷോ സച്ച് വർക്ക്സ് ഓഫ് കൈൻഡ്നെസ് ഔട്ട് ഓഫ് കമ്പൽഷൻസ് ഫ്രം അതേഴ്സ്. ബട്ട് ഇവിടെ പറയുന്ന അതല്ല. ഹിയർ ഇറ്റ് ഈസ് എ വോളണ്ടറി ഓഫറിംഗ്. സ്വമേധയാൽ കൊടുക്കുന്ന ഒരു ദാനമാണ്. സ്വമേധയാൽ. നോട്ട് ആക്ടിങ് ഔട്ട് ഓഫ് കമ്പൽഷൻ, നോട്ട് കമ്മിങ് അണ്ടർ പ്രഷർ. നിർബന്ധത്താലല്ല, തനിയെ തോന്നിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ അതേ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ആ ആദേശത്താൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നത്. ആരെങ്കിലും അവരോടൊന്ന് പറയാനായിട്ട് അവർ വെയിറ്റ് ചെയ്യത്തില്ല. ആരെങ്കിലും വന്ന് പറയുന്നത് വരെ അവർ നോക്കിയിരിക്കത്തില്ല. ഇവിടെ മക്കദോന്യ സഭകളെ നോക്കിയേ. അവർ പൗലോസിനോട് ഞങ്ങൾക്കും ചാൻസ് തരണമേന്ന് ചോദിച്ചു. പക്ഷെ പൗലോസ് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ധാരണ. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പൗലോസ് അല്ല മറ്റാരും കാരണം അവരുടെ കണ്ടീഷൻ എന്താണെന്ന് പൗലോസിനും കൂട്ടർക്ക് അറിയാം. മക്കദോന്യ സഭകൾ കടന്നു പോകുന്ന പ്രത്യേക പരിസ്ഥിതി എന്താണെന്ന്, പ്രത്യേക സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവർ അങ്ങോട്ട് ചോദിക്കുകയാണ്, സഹായിക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണ്, ഞങ്ങളെ കൂടെ സഹായിക്കാൻ ഞങ്ങളോട് പറയണമേ, നേരത്തെ പറയണമേ. പക്ഷെ പൗലോസ് പറഞ്ഞു കാണത്തില്ലായിരിക്കാം. അപ്പോൾ അവര് they did not wait to be told by somebody. ആരെങ്കിലും വന്ന് പറയുന്നത് വരെ നോക്കിയിരിക്കാൻ അവർക്ക് സത്യം പറഞ്ഞാൽ അവർ തയ്യാറല്ലായിരുന്നു.
അവരോടിട്ട് പറയാനും പോകുന്നില്ല, കാരണം ഇവരുടെ ദാരിദ്ര്യ അവസ്ഥ എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് മുമ്പ് തന്നെ, ആരെങ്കിലും വന്ന് പറയുന്നതിന് മുമ്പ് തന്നെ, ഏതെങ്കിലും അറിയിപ്പ് അല്ലെങ്കിൽ അരുളപ്പാട് അല്ലെങ്കിൽ നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ബിക്കോസ് they rejoiced in the opportunity of helping someone. ഞാനൊന്ന് ചോദിക്കട്ടെ, how many of us are doing it? How many of us are willing to do that? ആരെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നവർ. സ്തോത്രം. ഇൻഫാക്ട് they were waiting for such an opportunity, അല്ലേ? അവരങ്ങനെ ഒരു അവസരം ലഭ്യമാകേണ്ടതിനായിട്ട് വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും പറയുന്നത് നോക്കാതെ, ആരുടെ അറിയിപ്പ് ലഭിക്കാതെ അവർ തനിയെ മുമ്പോട്ടിറങ്ങി വോളണ്ടറി ആയിട്ട് സ്വമേധയ ആ കാര്യം ചെയ്തുവെന്ന് വായിക്കുന്നു. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ 2 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 7 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. The churches in Macedonia were greatly distinguished for their cheerful liberality because they contributed voluntarily without any pressure from anyone else. Amen. അപ്പോൾ അതുകൊണ്ടാണ് 8 അധ്യായം 1 വാക്യത്തിൽ മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പൗലോസ് എടുത്തു പറയാൻ കാര്യം, പൗലോസ് പരാമർശിക്കാൻ കാര്യം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കെല്ലാവർക്കും ഈ ദൈവകൃപ ലഭിച്ചതല്ലേ? ഈ ദൈവകൃപ നമ്മുടെ ഉള്ളിൽ വന്ന് വ്യാപാരം ചെയ്യുമ്പോൾ, ഈ ദൈവകൃപയുടെ വ്യാപാരം നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഏതെല്ലാം മേഖലകളിലാണ് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകരുത്, ഒരിക്കലും വ്യർത്ഥമാകാൻ പാടില്ല എന്ന തീരുമാനത്തോടെയും ഉദ്ദേശത്തോടും കൂടി നാം പ്രവർത്തിക്കുവാനായിട്ട് മുമ്പോട്ട് ഇറങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് 2-3 കാരണങ്ങൾ നോക്കാം. വൈ ഡിഡ് ദേ ഡു ദാറ്റ്? അവരെന്തുകൊണ്ടാണ് വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ സ്വമേധയാ ഇപ്രകാരം ദാനം കൊടുക്കുവാനായിട്ട് മുമ്പോട്ട് വന്നത്? സ്തോത്രം. വാട്ട് were the reasons that prompted them to give voluntarily? സ്വമേധയാ കൊടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, the first reason for giving voluntary is the spirit of love residing in their lives. അവരുടെ ഉള്ളിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവാണ് അവരെ പ്രേരിപ്പിച്ചത്. ആമേൻ. അവരുടെ ഉള്ളിൽ വസിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മാവ്, the spirit of love. പ്രിയമുള്ളവരെ, സ്വമേധയാ നൽകാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതിന് ഏറ്റവും പ്രാഥമികവും പ്രധാനവുമായ കാരണം നമ്മിൽ അധിവസിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മാവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ, എൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ ആത്മാവൊന്നുമില്ല എന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ ആരുടെങ്കിലും ഉള്ളിൽ സ്നേഹത്തിൻ്റെ ആത്മാവ് എനിക്കില്ല, ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താണെന്ന് ഗലാത്യ ലേഖനം 5 അധ്യായത്തിൽ വായിക്കുന്നു. എന്താ? ആദ്യത്തെ കാര്യം സ്നേഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബഹിർസ്ഫുരണങ്ങളാണിത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഔട്ട്കംസ് ആണിത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിലും ഇപ്രകാരമുള്ള സ്നേഹത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ്, അതാ ശരി, അതാണ് അതിൻ്റെ വാസ്തവം. ഇപ്രകാരമുള്ള സ്നേഹത്തിന്റെ ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവഹിത പ്രകാരം ദാനം ചെയ്യുന്നത് മാത്രമല്ല, ദൈവത്തിന് പ്രസാദകരമായ മറ്റെല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ നമുക്കിടയായി തീരും. സ്തോത്രം. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമായി നാം ചെയ്യാതിരിക്കുന്നത്? ഈ സ്നേഹത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് എങ്ങനെയാണ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുക?
അതിൽ പല വഴികളുണ്ടെങ്കിലും അതിലേറ്റവും മഹത്തായ ഒരു വഴിയാണ് മറ്റുള്ളവരെ കരുതുക എന്നത്. സ്തോത്രം. നമുക്കറിയാം, അസാധാരണവും അവിശ്വസനീയമായ രീതിയിൽ യേശു നമ്മെ സ്നേഹിച്ചു. യേശു ഇപ്പോൾ നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ സ്നേഹിച്ചത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരും ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? കാൺമീൻ, പിതാവ് നമ്മെ എത്രയധികം സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സ്നേഹിച്ചതും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് നന്നായിട്ട് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, ജോൺ 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ തന്നെ ആ സ്നേഹവും സൽസ്വഭാവവും കർത്താവിൻ്റെ പ്രവൃത്തികളും നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുവാനുള്ള ചാനലുകളായി നമ്മൾ തീരണം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അതേ അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ തന്നെ 11 മുതൽ വായിക്കുമ്പോൾ, ജോൺ 15:11-12, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ധാരാളം സ്നേഹിച്ചില്ലേ? ഇന്നും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നമ്മെ നിത്യതയോളം സ്നേഹിക്കുവാൻ ഒരുക്കമല്ലേ കർത്താവ്? നാം ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് നാം ഒഴുക്കിവിടുന്നത്? സ്തോത്രം. ഒന്ന് പറഞ്ഞാൽ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് ഏറ്റവും പരിചയമുള്ള, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വാക്യശകലങ്ങളാണല്ലോ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 3-ാം വാക്യം എങ്ങനെ പറയുന്നു? എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. അപ്പൊ കൊടുക്കുന്നതിൻ്റെ പുറകിലെ ആ പ്രത്യേകമായ ചേതവിഹാരം എന്തായിരിക്കണം? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ അത് ആളുകൾക്ക് വേണ്ടി അവരെ സഹായിക്കുന്നതിൻ്റെ പുറകിലുള്ള ആ ഒരു ചേതവിഹാരം, അല്ലെങ്കിൽ അതിനുള്ളതായ ആ ഒരു താല്പര്യം, ആഗ്രഹം എവിടെ നിന്നായിരിക്കണം? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. So the giving must be absolutely prompted by the love of God. The same love of God that is working inside you. Amen. അതിന് തന്നെ 13-ാം വാക്യം എന്താ വായിക്കുന്നത്? 1 കൊരിന്ത്യർ 13:13, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ സ്വമേധയാ കൊടുക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വോളണ്ടറി ഗിവിങ്ങിന് വേണ്ടി നമ്മെ പ്രോംപ്റ്റ് ചെയ്യുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് എ ഹിപ്പോക്രിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. കാപട്യമില്ലാത്ത ഒരു മനോഭാവം, കപടത തൊട്ടുകൂടാത്ത, തീണ്ടിയിട്ടില്ലാത്തൊരു മനോഭാവം. കപടഭക്തിക്കാരാണോ നമ്മൾ ആരെങ്കിലും? അല്ലല്ലോ. ആകാൻ ഒരിക്കലും നമ്മൾ ഇടയാകല്ലോ പ്രിയപ്പെട്ടവരെ.
മറ്റുള്ള മുമ്പിൽ നമ്മൾ നല്ല ആളുകളെന്ന് ചമയുവാൻ, മാന്യരാണെന്ന് നടിക്കുവാൻ, മാന്യതയുടെ പരിവേഷം അണിയുന്നവരാണോ നമ്മൾ? മാന്യതയുടെ മുഖംമൂടി മുമ്പിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രയോജനകരമായി വരുമ്പോൾ മാത്രം നമ്മൾ മുമ്പോട്ട് ഇറങ്ങുകയും നമുക്ക് ദോഷകരമായ, നഷ്ടകരമായ രീതിയിൽ കാര്യങ്ങൾ കലാശിക്കുമെന്നറിയുമ്പോൾ പുറകോട്ട് വലിയുകയും ചെയ്യുന്നവരാണോ നമ്മൾ? അല്ല. അങ്ങനെയാണെങ്കിൽ മക്കതോന്യ സഭകളെ കുറിച്ച് ഒരിക്കലും ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. കഷ്ടത എന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിന്റെ നടുവിലും സന്തോഷ സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് ആമേൻ ഔദാര്യത്തോടെ സ്വമേധയാ മറ്റുള്ളവരെ സഹായിപ്പാൻ തുനിഞ്ഞിറങ്ങിയതായ ആളുകൾ. സ്തോത്രം. കാപട്യമില്ലാത്തൊരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ സ്വമേധയാ നൽകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാനമായ ഘടകം. ഇത്തരത്തിലുള്ള മനോഭാവം നമുക്കില്ലാത്തപ്പോൾ എന്ന് വെച്ചാൽ എല്ലാത്തരം പ്രകടനങ്ങളിൽ നിന്നും മറ്റുള്ളവരെ കാണിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ പ്രകൃതത്തിൽ നമുക്ക് വളരെ ദൂരെയാകുവാൻ കഴിയും. അനേക ആളുകളെ നമുക്ക് കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ, എന്തെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നവർ. എന്നാൽ കാപട്യമില്ലാത്ത ഒരു മനോഭാവത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരോട് പറയാതെ നാം രഹസ്യമായി വെക്കും. അതിനർത്ഥം ഒരു ലാഭം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, തിരികെ എന്തെങ്കിലും ലഭിക്കുമോ ഇല്ലയോ എന്ന് പ്രതീക്ഷിക്കാതെ, തിരികെ ആഗ്രഹിക്കാതെ നാം കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ് അർത്ഥം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5, 6, 7 അധ്യായങ്ങൾ കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങളാണല്ലോ. ഏറ്റവും അധികം വിലയേറിയ മാനുഷികമായ സത്യങ്ങളെ വളരെയധികം ചങ്കൂറ്റത്തോടെ കർത്താവ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6:2 കർത്താവ് ഇങ്ങനെ പറഞ്ഞു. 1-ാം വാക്യം തൊട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഹല്ലേലൂയ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആമേൻ. നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള പിതാവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നാം ചെയ്യുന്നതൊന്നും മറ്റുള്ളവരെ കാണിക്കുവാൻ ഉള്ള താല്പര്യമില്ലാത്തവരായി, കർത്താവും ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള മനോഭാവത്തോടെ മുമ്പോട്ട് പോകുന്നവരാകണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് ഉദാഹരണം കർത്താവ് പറഞ്ഞത് 2-ാം വാക്യത്തിൽ, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതെങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുമ്പിലത്തെ അധ്യായത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കർത്താവ് സുപ്രധാനമായൊരു കാര്യം പറയുന്നു. കപടഭക്തിക്കാരെന്ന് മോസ്റ്റ്ലി അവിടെ പറയുന്ന ആളുകൾ ആരാണ്? ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ മനുഷ്യർ കാണുക ഒരു കാര്യം ചെയ്യുന്നു, എല്ലാവരുടെ മുമ്പിൽ മാന്യരാണെന്നും നല്ലവരാണെന്നും ഭക്തിയുള്ളവരാണെന്നും ദൈവഭയമുള്ളവരാണെന്നും അവർ വരുത്തി തീർക്കുവാനായിട്ട് വേണ്ടതെല്ലാം ചെയ്യുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, ആ നീതി ദൈവം അംഗീകരിക്കുന്ന നീതി അല്ല. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള പ്രസാദമുള്ള നീതിയല്ല. മാത്യു 5:20 5:20 പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടേതായ ഒരു നീതിയുണ്ട്.
എന്ന് വെച്ചാൽ ഒരു മോട്ടീവ് അവർക്കുണ്ട്. അവർക്കതിനൊരു ഒരു പുറകിലൊരു ഉദ്ദേശമുണ്ട്. ഒരു പ്രത്യേക കാര്യസാധ്യത്തിനായിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ഉദ്ദേശത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരവരുടെ ഓരോ മതപരമായ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നത്. അത് പെർഫോമൻസ് ബേസിസ് ആണ്. നല്ല പെർഫോമൻസ് ആകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. എല്ലാവരും ഞങ്ങളെക്കുറിച്ച് നന്നായിട്ട് കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ദൈവം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അവർക്ക് യാതൊരു ചിന്തയുമില്ല. ഒരുപക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുപോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ കാണുന്ന പരീശന്മാരുടെയും ഈ കാണുന്ന ശാസ്ത്രിമാരുടെയും കൂട്ടി നിങ്ങൾ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യരുത്. അവരുടെ നീതി എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ നീതി അവരുടെ നീതിയേക്കാൾ കവിയുന്നതായിരിക്കണം. ആമേൻ. എക്സീഡ് ചെയ്യുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്വമേധയാ കൊടുക്കുന്നു എന്നുള്ള വിഷയത്തിൽ ചിന്തിച്ചത്. ഒന്ന്, ദ സ്പിരിറ്റ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആത്മാവിൽ നമുക്ക് സ്വമേധയാ ആരുടെ നിർബന്ധമില്ലാതെ കൊടുക്കുവാൻ കഴിയും. ആമേൻ. രണ്ട്, നമ്മൾ ചിന്തിച്ചത് ആമേൻ, ഒരു കാപട്യമില്ലാത്ത ഹൃദയം നമുക്കുണ്ടെങ്കിൽ, കാപട്യമില്ലാത്തൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റാരുടെ നിർബന്ധമില്ലാതെ വോളണ്ടറി ആയിട്ട് സ്വമേധയാ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മക്കദോന്യ സഭകളെ കുറിച്ച് പറയുമ്പോൾ അവര് സ്നേഹത്തിൻ്റെ ആത്മാവിലാണ് ഈ ദാനം ചെയ്തത്. അവര് കാപട്യമില്ലാത്ത മനോഭാവത്തോടെയാണ് ഈ ദാനം ചെയ്തത്. മൂന്നാമതൊരു കാര്യം കൂടെ പറയട്ടെ സ്വമേധയാ കൊടുക്കുന്ന ആ വിഷയത്തിൽ. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ്സ് എ വെൽ പ്ലീസിംഗ് സാക്രിഫൈസ് ടു ഗോഡ്. ഇറ്റ് ഈസ് എ വെൽ പ്ലീസിംഗ് സാക്രിഫൈസ് ടു ഗോഡ്. ഇത് ദൈവത്തിന് വളരെ പ്രസാദകരമായ ഒരു യാഗമാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിനോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള മറ്റൊരു നല്ല മാർഗം ഭൂമി നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് അനുകമ്പയും കരുതലുമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഇപ്രകാരമുള്ള വളരെ ചെറിയ പ്രവൃത്തികൾ പോലും ദൈവത്തിന് വളരെയധികം പ്രസാദകരമായ യാഗമായി പരിണമിക്കുന്നു എന്നത് എത്രയോ മഹത്തായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ പ്രസാദത്തിനായിട്ടല്ലേ നാം ജീവിക്കുന്നത്? കർത്താവ് നമ്മൾ പ്രസാദിക്കണമെന്ന് ആഗ്രഹത്തോടെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കർത്താവിന് നമ്മൾ പ്രസാദമില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാണ്? വാട്ട് ഈസ് ദ മീനിങ്? വാട്ട്സ് ദ യൂസ് ഓഫ് അവർ ലൈഫ്? If God is not pleased with your life, then what is the use of your life? Hallelujah. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 13:16, 16-ാം വാക്യം, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമാണ് നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. അതിനു മുമ്പ് 15-ാം വാക്യത്തിൽ സ്തോത്രയാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഒരു പ്രബോധനത്തിലൂടെയാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ എബ്രായരിൽ നിന്ന് വന്ന യഹൂദ മതാനുസാരികളായ വിശ്വാസികളോട് 13-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. വളരെ ശക്തമായ ഒരു പ്രബോധനം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതൊരിക്കലും നഷ്ടമാകരുത്. അതിഥി സൽക്കാരം മറക്കരുത്. 2-ാം വാക്യം, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ആരെക്കുറിച്ചാണ് പറയുന്നത്? അബ്രഹാമിനെ കുറിച്ച്. മമ്രയുടെ തോപ്പിൽ അബ്രഹാം ഇരിക്കുമ്പോൾ 3 പേര് തൻ്റെ അടുത്തേക്ക്, തൻ്റെ വഴിയിലേക്ക്, വാതിൽക്കലേക്ക്, തൻ്റെ വീട്ടിലേക്ക് വരുന്നതായി താൻ മനസ്സിലാക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിലാണ് അത് പരാമർശിച്ചിരിക്കുന്നത്.
നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഭാഗമാണെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആമേൻ. 1-2 വാക്യം പെട്ടെന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം. അനന്തരം യഹോവ അവനെ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ ചെന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങൾ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പീൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ. എന്നിട്ട് അബ്രഹാം ചെയ്ത കാര്യം കണ്ടോ? ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന് ക്ഷണത്തിൽ 3 ഇടം മാവെടുത്ത് കുഴിച്ച് അപ്പമുണ്ടാക്കുക. പശുക്കൂട്ടത്തിൽ ചെന്ന് ഇളയതും നല്ലതുമായ കാളക്കുട്ടിയെ പിടിച്ച് ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. ക്ഷണത്തിൽ പാകം ചെയ്യുക. പിന്നെ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയെയും അപ്പവും എല്ലാം കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ ശുശ്രൂഷിച്ചു നിന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അധികം വിശദീകരണം ആവശ്യമില്ലാത്തൊരു പാസേജാണ് ഞാൻ വായിച്ചത്. എബ്രായ ലേഖനത്തേക്ക് മടങ്ങി വരുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ, ആ ദൈവകൃപയിൽ അവർ സ്വമേധയായി കൊടുത്തു. എന്തുകൊണ്ട്? ഒന്ന്, അവര് ഔട്ട് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആത്മാവിൽ അവർ കൊടുത്തു. 2, അവര് കാപട്യമില്ലാത്ത മനോഭാവത്തോട് കൊടുത്തു. 3, കൊടുക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണെന്നുള്ള ചിന്തയോടുകൂടി അവർ കൊടുത്തു. സ്തോത്രം. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ, ആ ദൈവകൃപ നമുക്ക് ലഭിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. നമുക്ക് പറയാൻ കഴിയുമോ മക്കദോന്യ സഭകൾക്ക് മാത്രമേ അങ്ങനെയുള്ള കൃപ ലഭിച്ചിട്ടുള്ളൂ? എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പൗലോസിനോട് പറഞ്ഞു 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നമുക്ക് പറയാൻ കഴിയുമോ അത് പൗലോസിന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന്? സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കും എനിക്കുമെല്ലാം ഈ ദൈവകൃപയാ കർത്താവ് തന്നത്. ഈ കൃപ നമുക്ക് ലഭിച്ചുവെങ്കിൽ, ഈ കൃപ നമ്മളെ രക്ഷിച്ചുവെങ്കിൽ, ഈ കൃപ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തുവെങ്കിൽ, ഈ കൃപ നമ്മളെ ദൈവത്തിന് പ്രസാദകരമായ യാഗം കഴിപ്പാൻ യോഗ്യരാക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായ സ്നേഹത്തിന്റെ ആത്മാവിൽ കൊടുക്കുവാൻ യോഗ്യരാക്കട്ടെ. ദൈവത്തിന് പ്രസാദകരമായ അനുഭവത്തിൽ കാപട്യമില്ലാതെ കൊടുക്കുന്ന അനുഭവത്തിൽ നമ്മളെ ആക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ക്രമീകൃതമായ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രസാദകരമായ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാകാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ ഈ സന്ധ്യാസമയം ബലപ്പെടുത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.